അങ്ങനെ 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച നടനായി മമ്മൂട്ടിയും മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സും കയ്യടി നേടുമ്പോൾ മികച്ച ബാലതാരം മാത്രം ഇത്തവണയില്ല. അതിന് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് നൽകുന്ന മറുപടിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുകയാണ്. ഇത്തവണ മികച്ച കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിട്ടില്ലെന്നാണ് പ്രകാശ് രാജിന്റെ അവകാശവാദം. എന്നാൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടനടക്കം ഒരുപിടി മികച്ച ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം കുട്ടികളുടേതായി ഇറങ്ങിയതും. അതിനാൽ തന്നെ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് കിട്ടിയ പാട്ടിന്റെ പുകച്ചുരുളുകൾക്കിടയിൽ കുടുങ്ങിപ്പോയത് കൊണ്ടാണോ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രം പ്രകാശ് രാജ് കാണാതെ പോയതെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് നടൻ ആനന്ദ് മന്മഥനും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ ബാലതാരമായ ദേവനന്ദയും ജൂറിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർഷമുണ്ടെന്നും 2 കുട്ടികൾക്ക് അവാർഡ് നൽകിയിരുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഊർജമാകുമായിരുന്നു എന്നാണ് ദേവനന്ദ പറയുന്നത്. എന്തായാലും പിള്ളേർക്ക് ഈ തന്ത്രകുതന്ത്രമൊന്നും പുരിയില്ലാണ്. നടിക്കാൻ പറഞ്ഞത് അങ്ങേയറ്റം ഭംഗിയായി സിനിമയിൽ അവർ നടിച്ചിട്ടുമുണ്ട്. പക്ഷേ അണ്ണന് വേണ്ട മറ്റ് രാഷ്ട്രീയ നടി പറയാത്തതിനാൽ അവർ ബാക്ക് ബെഞ്ചേഴ്സ് ആയെന്ന് മാത്രം. എന്തായാലും പ്രത്യേക ജൂറി പരാമർശങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ പോലും ഇവരെ കണ്ടില്ലെന്ന് നടിച്ചുള്ള ഉഡായിപ്പുണ്ടല്ലോ അണ്ണ. ഇങ്ങള് പ്രകാശ് രാജല്ലപ്പ ഇരുൾ രാജാണ്.